വി ടി ബൽറാം, KPCC വൈസ് പ്രസിഡന്റ് നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ വി ടി ബൽറാം, ഇന്നിപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നു, ഇ പി ജയരാജൻ തന്നോട് ചർച്ച നടത്തിയിരുന്നു എന്നാണ്. TG നന്ദകുമാർ മറ്റൊരു വെർഷൻ നൽകുന്നു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് എന്ത് നിലപാടാണ് എടുക്കുന്നത്? ഇ പി ജയരാജൻ BJP-യിലേക്ക് അങ്ങ് പോവാനാണെങ്കിൽ അദ്ദേഹം പോവാൻ തയ്യാറാവണം എന്നുള്ളതാണ്. അതല്ലാതെ CPM-നകത്ത് നിന്നുകൊണ്ട് ഇടതുമുന്നണിയുടെ കൺവീനർ സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം ആ പാർട്ടിക്കും മുന്നണിക്കും വോട്ട് ചെയ്ത ലക്ഷക്കണക്കിന് അണികളെ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് അത് നമുക്ക് ആർക്കും രാഷ്ട്രീയ സമൂഹത്തിന് ദഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വന്നിരിക്കുന്ന ഈ ഡീലിലെ ഓഫറുകൾ എന്ന് പറയുന്നത് അതൊരു CPM എന്ന് പറയുന്ന പാർട്ടിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. കേരളത്തിന്റെ മതനിരപേക്ഷത തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ BJP-ക്ക് കേരളത്തിൽ നിന്നും സീറ്റ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ധാരണ, അത്തരം ചില കണ്ടീഷൻസ് ആ ഡീലിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ അറിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് എക്സ്പ്ലനേഷൻ വേണ്ടത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ജയരാജൻ അങ്ങനെ കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ നൽകാൻ സാധിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ 5 മിനിറ്റേ ഞാൻ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം ഒന്ന് ഇരുന്നത് പോലുമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അടുപ്പക്കാരനാണല്ലോ ഇതല്ലാതെ. അതുകൊണ്ട് തന്നെ ഈ ദല്ലാൽ നന്ദകുമാർ പറയുന്നത് മറ്റാരെ കുറിച്ച് പറയുന്നതിനും വിശ്വാസ്യതയില്ലെങ്കിലും ഈ ജയരാജനെ കുറിച്ച് പറയുന്നത് നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ട് വരും. കാരണം ആ നിലയിലുള്ള ഒരു പേഴ്സണൽ ബന്ധം അവർ തമ്മിലുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആ ദല്ലാൽ നന്ദകുമാർ പറയുന്നത് 45 മിനിറ്റോളം ഇത് ചർച്ച നീണ്ടു നിന്നു. അപ്പൊ ഇക്കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്, അവ്യക്തതയുണ്ട്. ആ അവ്യക്തത നീക്കാനുള്ള ഉത്തരവാദിത്തം ജയരാജനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമാണുള്ളത്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ജയരാജൻ എന്ന് പറയുന്ന CPM നേതാവ് BJP-യിലേക്ക് പോകണമോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളുമാണ് തീരുമാനിക്കുന്നത്. അതിൽ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ അതിന് കേരളം കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് BJP-ക്കുള്ള ഒരു സീറ്റാണോ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ആശങ്കയുളവാക്കുന്ന കാര്യം. ഇക്കാര്യത്തിൽ വി ടി ബൽറാം, അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് തൃശ്ശൂരിലോ തിരുവനന്തപുരത്തോ ആറ്റിങ്ങലിലോ? അല്ല, ഈ ജയരാജൻ തന്നെയാണല്ലോ ഇത്തരത്തിൽ ഒരു പരസ്യധാരണയുടെ സൂചനകൾ നൽകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം തൊട്ട് തന്നെ മുന്നോട്ട് വെച്ചത്. BJP-യുടെ സ്ഥാനാർത്ഥികൾ വളരെ മികച്ച സ്ഥാനാർത്ഥികളാണ് എന്ന് ആദ്യമായിട്ട് പറയുന്നത് BJP-യുടെ നേതാവ് അല്ല, ഈ പറയുന്ന ജയരാജനാണ്. അങ്ങനെ ജയരാജൻ പറഞ്ഞ വാചകം കോട്ട് ചെയ്തുകൊണ്ടാണ് കോഴിക്കോട് MT രമേശ് അടക്കമുള്ള BJP സ്ഥാനാർത്ഥികൾ അവരുടെ പ്രചരണ നോട്ടീസുകൾ പോലും തയ്യാറാക്കി വീടുകളിൽ എത്തിച്ചത്. അപ്പോ LDF-ന്റെ കൺവീനർ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു വ്യക്തി BJP-യുടെ നേതാക്കന്മാർക്ക്, സ്ഥാനാർത്ഥികൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. പ്രത്യേകിച്ചും കോഴിക്കോട്ടെ സ്ഥാനാർത്ഥിയെ കുറിച്ച്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ കുറിച്ച്, അങ്ങനെ പല സ്ഥാനാർത്ഥികളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവർ മികച്ച സ്ഥാനാർത്ഥികളാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അത് അവർ രാഷ്ട്രീയമായിട്ട് BJP ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നു ഒരു സീറ്റിലും BJP 3-ാം സ്ഥാനത്ത് പോവില്ല, കോൺഗ്രസ് ആണ് 3-ാം സ്ഥാനത്ത് പോവുക. എത്ര അപകടകരമായിട്ടുള്ള പ്രസ്താവനയാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ പ്രതീക്ഷയില്ലാത്ത സ്ഥലങ്ങളിൽ പോലും BJP-ക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നല്ല ആവേശം ജനിപ്പിക്കാനുമുള്ള ഒരു സാഹചര്യമാണ് LDF കൺവീനറുടെ വാക്കുകളിൽ നിന്ന് വീണ് കിട്ടുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പറയുന്നത്. ഈ പറയുന്ന BJP നേതാവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ആ വെളിപ്പെടുത്തൽ മാറ്റിവെക്കായിരുന്നു. പക്ഷെ അദ്ദേഹം ചെയ്യുന്നില്ല. ഇലക്ഷൻ ദിവസം തന്നെ അക്കാര്യത്തിൽ വ്യക്തമാണ്. നന്ദി ശ്രീ വി ടി ബൽറാം.